ഒന്ന് മെയ് വെച്ചിട്ടുള്ള വ്യാഴൻ്റെ കൂറുമാറ്റം അശ്വതി മഖം മൂലം നക്ഷത്രക്കാർക്ക്. ഇപ്പം കൂറ് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ അശ്വതിക്ക് 1 നിന്ന് 2 മകത്തിന് 9 നിന്ന് 10 മൂലത്തിന് 5 നിന്ന് 6 പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഫലം പറയേണ്ടത് ഈ 3 നക്ഷത്രക്കാർക്കും രാശി വെച്ച് ആ നക്ഷത്രം വെച്ച് കണക്ക് കൂട്ടിയിട്ട് ഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫലം പറയേണ്ടത്. കാരണം ഇവർക്കാണ് യഥാർത്ഥത്തിൽ ആ മാറ്റം സംഭവിക്കുന്നത്. ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ, കൂറ് വെച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും മാറ്റം സംഭവിക്കുകയാണ് ഒരേ സമയത്ത്. 27 നക്ഷത്രക്കാർക്കും ഒറ്റയടിക്ക് മാറ്റം സംഭവിക്കുകയാണ്. അത് തന്നെ കാർത്തിക കാവാകത്തിന് 1, മുക്കാഭാഗത്തിന് വേറൊന്ന്, ഇങ്ങനെയെല്ലാമായിട്ട് സ്പ്ലിറ്റായിട്ടെല്ലാം ആണ് പറയേണ്ടി വരുന്നത്. 2.25 എല്ലാ നക്ഷത്രക്കാർക്കും ഒറ്റയടിക്ക് അങ്ങ് മാറുകയാണ്. അങ്ങനെയൊന്നും നാട്ടിൽ സംഭവിക്കുന്നൊന്നുമില്ല. ഒരൊറ്റ ദിവസം എല്ലാ നക്ഷത്രക്കാർക്കും അങ്ങനെയൊന്നുമല്ല. അത് ജനറലായിട്ടുള്ള ഒരു പറച്ചിൽ മാത്രമേ, ഏകദേശമായിട്ട് അടുപ്പിച്ച് മെയ് 1 കഴിയുമ്പോൾ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. കുറച്ചുകൂടി സൂക്ഷ്മമായി പറയേണ്ടെങ്കിൽ ഓരോ നക്ഷത്രവും എടുത്ത് ഭാവം കണക്ക് കൂട്ടിയിട്ട് വേണം പറയേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ കൂറുമാറ്റത്തിൻ്റെ ഫലം തന്നെയാണ് പറയുന്നത്. പക്ഷേ അശ്വതി നക്ഷത്രക്കാർക്ക് യഥാർത്ഥത്തിൽ, ഈ അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് യഥാർത്ഥത്തിൽ മാർച്ച് 25 മുതൽ തന്നെ മാറിയിട്ടുണ്ട്. അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് മാർച്ച് 25 മുതൽ തന്നെ ഈ വ്യാഴം മാറിയിട്ടുണ്ട്. അപ്പോൾ കൂറ് വെച്ച് ഫലം പറയുന്നത് തന്നെയാണ് പറയുന്നതെങ്കിലും അത് മാർച്ച് 25 മുതൽ തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട് അവർക്ക്, ഈ മെയ് 1 വെച്ചല്ല. ഇനി ഫലം പറയുന്നത് പലവരും പറയുന്ന ഇത് മെയ് 1 വെച്ച് പറയുന്ന ഫലം ഇവിടെയും ബാധകമായിട്ട് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ചുരുക്കിയേ പറയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഇതിനു മുമ്പ് വ്യക്തിപരമായിട്ട് കുറച്ച് പ്രയാസങ്ങളും കുറച്ചധികം ഓവർ വർക്ക് എല്ലാം ഉണ്ടാക്കുന്ന ചെറിയ ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തല്ലായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം വളരെ നല്ല സ്ഥലത്തേക്കാണ് മാറിയിരിക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആ പീരീഡ് മുമ്പ് അത് കുടുംബപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്, സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. നമ്മൾ ഇന്നതൊന്നും ചിന്തിക്കേണ്ടതില്ല. നമ്മൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അത്തരം കാര്യങ്ങൾക്കെല്ലാം നല്ല സമയമാണ് എന്ന് ചിന്തിച്ചാൽ മതി. വ്യാഴം നല്ലയിടത്താണ് നിൽക്കുന്നത്. ഏത് കാര്യത്തിനും വ്യാഴം സപ്പോർട്ട് ചെയ്യാനാണ് നിൽക്കുന്നത്. ആ നിലയിൽ മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ മറ്റുള്ളവരെ ഫലം പറയുന്നുണ്ടെങ്കിൽ ആ ഫലം ഇവിടേക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പൊതുവെ എല്ലാവർക്കും നല്ല സമയമാണ്. ഈ നക്ഷത്രക്കാർക്ക് നല്ല ഭാവത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പം വ്യാഴം നല്ലത് ചെയ്യാനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വ്യാഴം നല്ലത് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് എല്ലാവർക്കും നല്ലത് കിട്ടണമെന്നൊന്നുമില്ല. കാരണം മറ്റുള്ള ഗ്രഹങ്ങൾ മോശമായിട്ടാണ് നിൽക്കുന്നുണ്ട്, ആ ഫലം അത്ര അനുഭവിക്കില്ലല്ലോ. കാരണം വ്യാഴം എന്ത് ചെയ്യുന്നതെന്ന് മാത്രമേ ഇവിടെ അർത്ഥമുള്ളൂ. അതുപോലെ തന്നെയാണ് മകൻ നക്ഷത്രക്കാർക്ക് ഇതുവരെ നല്ലൊരു ഭാഗ്യമുള്ളൊരു സ്ഥാനത്തായിരുന്നു. കുറച്ച് എല്ലാ കാര്യത്തിനും ഉദ്ദേശിച്ച തരത്തിൽ കാര്യം നടക്കുക, മനസ്സിന് കുറച്ച് സമാധാനമുള്ളൊരു സ്ഥലത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത്. പക്ഷേ അത് കർമ്മസ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രയാസങ്ങളെല്ലാം കാണുന്നത്. ജോലി സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് ഓവർ വർക്ക് ഉണ്ടാവുക, കൂടുതൽ അധ്വാനം, അതിൻ്റെ ഫലം കിട്ടാതിരിക്കുക, റെസ്റ്റ് ഇല്ലാതിരിക്കുക, അവിടെ കുറേ ടെൻഷനുകൾ, ആരെങ്കിലും പാരവെക്കുന്ന സ്വഭാവങ്ങൾ, ഇതെല്ലാം ജോലിയായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം, അല്ലെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പോകുമ്പോൾ അതിനെല്ലാം ചെറിയ തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ, ഇതെല്ലാമാണ് കാണുന്നത്. ജോലി കിട്ടാനുള്ള ഡിലേ, പ്രൊമോഷൻ കിട്ടാനുള്ള ഡിലേ, ജോലി സ്ഥലത്ത് വല്ലവരുടെയും ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു അതൃപ്തി, ഇതെല്ലാം ഉണ്ടാകുന്ന തരത്തിലുള്ള ഭാവത്തിലേക്കാണ് വന്നത്. അതായത് ജോലി കുറച്ച് ഓവറായിരിക്കും, നമ്മൾ എന്ത് ആത്മാർത്ഥമായി ചെയ്താലും ആ ഫലം കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെയാണെന്നില്ല. ഇത് വ്യാഴനാണ് ഫലം പറ്റാണ്. ശനി യഥാർത്ഥത്തിൽ നല്ലതാണ് ചെയ്യാൻ നിൽക്കുന്ന, മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം ബാക്കി കുറേ ഗ്രഹങ്ങളുണ്ടല്ലോ, അതെല്ലാം നല്ലതാണ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെ മോശമാണെന്നൊന്നുമില്ല.
മൂലനക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല സ്ഥാനത്തായിരുന്നു, ഒരു മനസ്സമാധാനവും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ല സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന പാപത്തിലാണ് വന്നത്. കുറച്ച് ശത്രുക്കൾ, പാരവെപ്പ് ഇതെല്ലാം ഉണ്ടായേക്കാം. എന്തെങ്കിലും കാര്യത്തിനെല്ലാം ഇറക്കുമ്പോൾ തടസ്സങ്ങൾ, ആരെങ്കിലും ശത്രുത ഉണ്ടാക്കുക, വേണ്ടാത്ത കേസ് വഴക്കിലൊന്നും കൊണ്ട് തലയിട്ടത്. കേസ് വഴക്കൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു മാസമല്ല, വർഷമല്ല. ഈ വ്യാഴത്തിൻ്റെ എത്ര കാലമോ ഇവിടെ നിൽക്കുന്നത് അത്രയും കാലം കേസ് വഴക്കിലൊന്നും കൊണ്ട് തലയിടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ശത്രുതകൾ കൂടി വരും, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം. അങ്ങനെയുള്ളൊരു ഭാവത്തിലാണ് വന്നത്. അപ്പം മൂലം നക്ഷത്രത്തിന് നല്ല സ്ഥലത്തേക്കല്ല വന്നിരിക്കുന്നത്, ഇതുവരെ നല്ല സ്ഥലത്ത് ആയിരുന്നു. ഇതാണ് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴൻ്റെ കൂറ് വെച്ചുള്ള മാറ്റം വെച്ചാണെങ്കിലും അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് മാർച്ച് 25 മുതൽ ആരംഭിച്ചു കഴിഞ്ഞു.